തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ ശേഷിക്കെ വിവാദ ശബ്ദരേഖയുമായി മാത്യു കുഴൽനാടൻ. കേരളത്തെ തകർത്ത പ്രളയം മനുഷ്യനിർമ്മിതമായിരുന്നുവെന്നാണ് കുഴൽനാടന്റെ വെളിപ്പെടുത്തൽ. തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതിരുന്നത് മേരിമാത കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടിയാണ്. മാത്യു ടി തോമസിന് ഇതിൽ പങ്കുണ്ടെന്ന് കെ കൃഷ്ണൻകുട്ടി പറയുന്നതെന്ന് അവകാശപ്പെടുന്ന ശബ്ദരേഖയാണ് പുറത്തുവിട്ടത്. കോടികളുടെ മോഹം കൊണ്ടാണ് കേരളം ഈ ഗതിയിലായതെന്നും കുഴൽനാടൻ പറഞ്ഞു. വെള്ളം വന്നു ശരിയാണ്, പക്ഷേ ഇത്രയേറെ കേരളത്തെ തകർത്തത് ഇവരുടെ ആക്രാന്തവും അഴിമതിയുമാണ്. ഇത് ജനങ്ങൾ അറിയണം, ജനങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ ഈ കാര്യം ഇനി അതല്ല മറിച്ചാണെങ്കിൽ ഇവർ തെളിയിക്കട്ടെ. ഇപ്പോ ഇതുവരെ വന്നിരിക്കുന്ന എന്താണ്? കോടതിയിൽ പോലും ഡാം മാനേജ്മെന്റ് നടത്തുന്നതിൽ ചെറിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് സർക്കാർ അംഗീകരിക്കും. അത് വീഴ്ചയല്ല, അത് വീഴ്ച എന്ന നിലയിൽ കോടതിയെ പോലും ബോധിപ്പിച്ച് ഇവർ തടിയൂരി പോവുകയാണ്. ഇത് അഴിമതിയാണ്, ഇത് കൊള്ളയാണ്. ഈ കൊള്ളയാണ് കേരളത്തെ തകർത്തത്. ഒരുപക്ഷെ നിങ്ങൾ പത്രക്കാർക്ക് കൃഷ്ണൻകുട്ടിയുടെ സ്വരം പരിചയമുണ്ടാകില്ല. ഈ വോയിസ് ക്ലിപ്പ് കൃഷ്ണൻകുട്ടി മിനിസ്റ്ററെ അറിയാവുന്ന, അദ്ദേഹവുമായി ഇടപെട്ടിട്ടുള്ള ആർക്ക് കേട്ടാലും അത് അദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പാണെന്ന് മനസ്സിലാവും. പ്രളയം കൊണ്ട് തകർന്ന നാടാണ് കേരളം. ആ തകർത്തതിൽ ഒരു ഉത്തരവാദിത്വം ഈ സർക്കാരിനും ഈ സർക്കാരിന്റെ അഴിമതിക്കുമുണ്ട് എന്ന് പറയുമ്പോൾ ഇനി ബാക്കി അവരുടെ മറുപടി വന്നതിന് ശേഷം ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും. പുറത്തു വന്നത് തന്റെ ഓഡിയോ അല്ലെന്ന് കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. AI വഴി നിർമ്മിച്ചതാണെന്ന വാദമാണ് കൃഷ്ണൻകുട്ടി ഉയർത്തുന്നത്. പ്രളയത്തിന് കാരണം അതിതീവ്ര മഴയെന്ന് IIT റിപ്പോർട്ടുണ്ട്. ശബ്ദ സന്ദേശം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും കൃഷ്ണൻകുട്ടി പറഞ്ഞു. തോട്ടപ്പള്ളി സ്പിൽവേ എന്താ തുറക്കാതിരുന്നത്? ഒരു മാസം മുമ്പ് തുറക്കേണ്ടതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുറക്കാമെന്ന് ആവശ്യപ്പെട്ടും തുറക്കണ്ട പറഞ്ഞു. സ്വാഭാവിക ഇലക്ഷന് വേണ്ടി ഉണ്ടാക്കിയൊരു വാർത്തയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓഡിയോ കേട്ടാൽ ആരും പറയില്ല. അതായത് PA ഉള്ളത് കൊണ്ട് എത്ര വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പറയാലോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും ആരുടെ സൗണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. എത്ര ഭംഗിയായിട്ട് ഉണ്ടാക്കുന്നത്. അതുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള അവസരമുണ്ടല്ലോ, ഞാൻ പറയില്ലേ. ഈ മാത്യു കുഴൽനാടന്റെ ഇത് ശബ്ദം അത് പരിശോധിക്കണം. ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇല്ല, IIT നോക്കിയിട്ടുണ്ടല്ലോ. അത് മഴയുടെ കാരണം കൊണ്ടാണ് വന്നിട്ട് എന്നുള്ളത് IITയുടെ റിപ്പോർട്ടുണ്ടല്ലോ. ഇനി അതിൽ മീതെ ആരാ റിപ്പോർട്ട് ചെയ്യണം? വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുന്നത് ഇത് AI ഓഡിയോ ആണെന്നാണ്. അപ്പോൾ ഇതുപോലുള്ള എന്ത് സംഭവങ്ങൾ, വിവാദങ്ങളും ആരോപണങ്ങളും ഉയർന്നു വന്നാലും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അത് AI-യുടെ മേൽ പഴിചാരും. പക്ഷേ ഇത് കൃഷ്ണൻകുട്ടിയുടെ ഓഡിയോ സന്ദേശം ആണെന്ന രീതിയിലാണ് മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, നേരത്തെ ജനതാദൾ, ഇപ്പോൾ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ പാർട്ടിയുടെ പ്രസിഡന്റാണ് മാത്യു ടി തോമസ്. കെ കൃഷ്ണൻകുട്ടി പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന മന്ത്രിയാണ്. രണ്ടുപേരും പാർട്ടിയുടെ ജനപ്രതിനിധികളാണ്. ഈ പാർട്ടിക്കകത്ത് കുറേ നാളുകളായി ആഭ്യന്തര പ്രശ്നമുണ്ടായിരുന്നു. നേതൃതലത്തിലുള്ള തർക്കങ്ങളും വിഷയങ്ങളുമാണോ ഈ രീതിയിലുള്ള ഈ വിവാദ ഓഡിയോയ്ക്ക് പിന്നിൽ? എന്താണ് മാത്യു കുഴൽനാടൻ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ആരോപണം? ടോം, ഈ ഒരു പാർട്ടിയിലുള്ള രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ, അതിൽ ഒരാൾ മുൻ മന്ത്രിയായിരുന്നു. ആ മന്ത്രിക്കെതിരെയാണ് നിലവിലത്തെ മന്ത്രി ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നത്. ടോം പറഞ്ഞതുപോലെ ഇവർ രണ്ടുപേരും മന്ത്രിസ്ഥാനത്തെ ചൊല്ലി വലിയ തർക്കങ്ങളൊക്കെ നിലനിന്നിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ പുറത്തുവിട്ടിരിക്കുന്ന ഓഡിയോ സന്ദേശം അത് കേൾക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഈ മന്ത്രിയെ അറിയുന്ന ആളുകൾക്ക് അത് ഉറപ്പായും പറയാൻ കഴിയും അത് കൃഷ്ണൻകുട്ടിയുടെ ശബ്ദമാണെന്ന്. പക്ഷെ അദ്ദേഹം അത് നിരസിക്കുന്നുണ്ട്. എന്തായാലും AI-ക്ക് അത് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ ആ മന്ത്രി പറയുന്നത് തന്നെ വിശ്വസിച്ചേ മതിയാകൂ. എന്തായാലും അതിന്റെയൊക്കെ ആധികാരികത പരിശോധിക്കേണ്ടതുണ്ട്. പോലീസ് അടക്കം അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷമടക്കം ഉന്നയിക്കുന്നത്. പക്ഷെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ട കൃഷ്ണൻകുട്ടിയുടേതെന്ന് പറയപ്പെടുന്ന ഓഡിയോ സന്ദേശത്തിലുള്ളത്. അതിൽ 2018 പ്രളയം അത് മനുഷ്യനിർമ്മിതമായിരുന്നു. അതിൽ സർക്കാരും മന്ത്രി മാത്യു ടി തോമസും
വലിയ രീതിയിൽ പണം തട്ടി കോടികളുടെയുള്ള ആക്രാന്തം, പണത്തിനോടുള്ള ആക്രാന്തമാണ് ഇത്രയും വലിയ ജനങ്ങളുടെ ജീവൻ വരെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയതെന്നതാണ് മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നത്. 3 പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത്. പക്ഷേ ആരോടാണ് പറഞ്ഞത്, ഏത് കാലഘട്ടത്തിലാണ് പറഞ്ഞത് എന്നതിലൊന്നും മറ്റു തെളിവുകളൊന്നും ഹാജരാക്കുവാൻ മാത്യു കുഴൽനാടൻ തയ്യാറായിട്ടുമില്ല. പക്ഷെ മാത്യു കുഴൽനാടൻ പറയുന്നത് തന്റെ പക്കൽ എല്ലാ തെളിവുകളുമുണ്ട്. ഓരോ ദിവസമായി അല്ലെങ്കിൽ ആവശ്യം വരുന്ന സമയത്ത് ഒരു ആരോപണമാണ്, രാഷ്ട്രീയ വിവാദമായി മാറുന്നുണ്ട്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം, മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഉയർന്നു വന്ന ഈ ആരോപണം എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിലടക്കം പ്രതിഫലിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ അറിയേണ്ടതാണ്. അതിനു മുൻപ് ഇത് ആരുമായിട്ടാണ് കെ കൃഷ്ണൻകുട്ടി സംസാരിച്ചത്, ഏത് കാലയളവിലാണ്, പാർട്ടിയിൽ ഉടലെടുത്തിരുന്ന വലിയ ആഭ്യന്തര പ്രശ്നമുണ്ടായിരുന്നു, ആ കാലയളവിലെ ഉയർന്നു വന്ന ആരോപണമായിരുന്നു. മാത്രമല്ല ഈ ആരോപണത്തിൻ്റെ വസ്തുത എന്താണെന്ന് കൂടി പരിശോധിക്കേണ്ടതാണ്. IITയുടെ റിപ്പോർട്ടുണ്ട് ഒരു വശത്ത്, അത് മനുഷ്യനിർമ്മിതമല്ലെന്ന്. പക്ഷെ തുടക്കത്തിൽ തന്നെ ഈ പ്രളയത്തിലുണ്ടായ നാശനഷ്ടം നമുക്കറിയാം, നിരവധി മനുഷ്യജീവനുകൾ പൊലിഞ്ഞതാണ്. അതിൻ്റെയൊക്കെ അന്ന് തന്നെ ഉയർന്നു വന്ന ആരോപണം ഇതൊരു മനുഷ്യനിർമ്മിതമാണെന്നായിരുന്നു. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയൊരു ചർച്ചാ വിഷയമാക്കാനായിരിക്കുമോ UDFന്റെ നീക്കം? ഏറ്റവും ജനതാദളിലെ തന്നെ ഒരു നേതാവിനെ ഒപ്പം ഇരുത്തിക്കൊണ്ടാണ് മാത്യു കുഴൽനാടൻ ഈ പത്രസമ്മേളനം നടത്തിയത്. ആ നേതാവ് ഇത് സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഇത് മന്ത്രിയുടെ തന്നെ, കൃഷ്ണൻകുട്ടിയുടെ തന്നെ ശബ്ദരേഖയാണെന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നുമുണ്ട്. 3 പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് ഇതിൽ പറയുന്നത്. ആദ്യത്തേത്, തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാൻ വൈകിപ്പിച്ചത് അത് കരിമണൽ കമ്പനിയായ മേരി മാത കൺസ്ട്രക്ഷന് വേണ്ടിയാണ്. അതായത് അവർക്ക് ആ കരിമണൽ അവിടെ നിന്ന് മാറ്റുന്നതിനുള്ള ഒരു സമയം അന്ന് അനുവദിച്ചിരുന്നു. അതുകൊണ്ടാണ് ആ കാലതാമസമാണ് സ്പിൽവേ തുറക്കാൻ വൈകിപ്പിച്ചത്. അതിന്റെ പേരിൽ മാത്യു ടി തോമസും ചീഫ് എഞ്ചിനീയർ ആയിട്ടുള്ള ജോഷിയും കോടികളാണ് കൈപ്പറ്റിയത്. രണ്ടാമത്തേത്, മണിയാറിൽ നിന്നും വൈദ്യുതി എടുത്തത് സ്വകാര്യ കമ്പനിയാണ്. ഇവർക്ക് വേണ്ടി അണക്കെട്ടിൽ വെള്ളം നിറയ്ക്കാൻ നിയമവിരുദ്ധമായി ചീഫ് എഞ്ചിനീയർ അനുമതി നൽകി. ഇതിലൂടെ 8 കോടി രൂപ ലാഭമുണ്ടാക്കി. ഇതാണ് പിന്നീട് ചെങ്ങന്നൂരിലടക്കം വെള്ളപ്പൊക്കവും പ്രളയവും ഒക്കെ ഉണ്ടാകാൻ കാരണം. മൂന്നാമത്തേത്, പറമ്പിക്കുളം കനാൽ വഴി തമിഴ്നാട്ടിലേക്ക് വെള്ളം ഒഴുക്കി വിടാമായിരുന്നു. പക്ഷേ അത് അനുവദിച്ചില്ല. കാരണം തമിഴ്നാട്ടിൽ ഒരു നിർമ്മാണ പ്രവൃത്തി നടക്കുന്നുണ്ടായിരുന്നു, 200 കോടിയുടെ നിർമ്മാണ പ്രവൃത്തി. ആ കരാറുകാരനുമായി സംസാരിച്ചതിന് ശേഷം ആ വെള്ളം ഒഴുക്കി വിട്ടുകഴിഞ്ഞാൽ ആ നിർമ്മാണ പ്രവൃത്തിയെ അത് പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് അയാളുമായി സംസാരിച്ച് മന്ത്രി മാത്യു ടി തോമസും ചീഫ് എഞ്ചിനീയറും ഈ തമിഴ്നാട്ടിലെ കോൺട്രാക്ടറുമായി സംസാരിച്ച ശേഷം അതിൽ നിന്നും വലിയൊരു തുക തട്ടിയെടുത്തു എന്നൊരു ആരോപണം കൂടിയാണ് മൂന്നാമതായി ഉന്നയിക്കുന്നത്. ഇതോടുകൂടി തന്നെയാണ് ഈ പെരിങ്ങോർ കുത്ത് വഴി ചാലക്കുടിയിലേക്ക് ഒഴുകേണ്ട വെള്ളം അത് അങ്ങനെ ഒഴുക്കി വിടുകയും അതോടുകൂടി തന്നെ ഈ കളമശ്ശേരി, ആലുവ, ചാലക്കുടി ഭാഗങ്ങളിലൊക്കെ വെള്ളം പൊങ്ങുവാനും ആളുകളുടെ ജീവിതം വളരെ ദുരിതത്തിലുമാകാനുള്ള ഒരു കാരണം തമിഴ്നാട്ടിലേക്ക് വെള്ളം ഒഴുക്കി വിടാത്തതാണ് എന്നീ 3 ആരോപണങ്ങളാണ് ഈ ഓഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നത്. പക്ഷേ മാത്യു കുഴൽനാടൻ പറയുന്നത് തന്റെ പക്കൽ അതിൽ കൃത്യമായിട്ടുള്ള കൂടുതൽ സ്ഥിരീകരിക്കുന്ന തെളിവുകളുണ്ട്, വരും ദിവസങ്ങളിൽ അത് പുറത്തുവിടാമെന്നാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങളുടെ ഭാഗമായിട്ടാണോ സ്വാഭാവികമായും സർക്കാർ ഒരു വിരുദ്ധത അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഒരു ആയുധമാക്കി തന്നെയാണ് മാത്യു കുഴൽനാടൻ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം ഈ ആരോപണം ഉന്നയിക്കുന്നത്. പ്രതിപക്ഷമടക്കം ഇതിനെ ഏറ്റെടുത്തിട്ടുമുണ്ട്. എന്തായാലും ഇതിന്റെ തെരഞ്ഞെടുപ്പില് ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമാണോ ഇത്, അതോ ഇത് പാർട്ടിക്കുള്ളിലെ പ്രശ്നമാണോ, അതോ യഥാർത്ഥത്തിൽ മാത്യു ടി തോമസ് അത്തരമൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.